തൃശ്ശൂരിലേക്ക് വരുന്നു. തൃശ്ശൂർ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് നിതിൻ സേവ്യർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, തൃശ്ശൂരിൽ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലാണ് നിതിൻ ഉള്ളത്. അവിടെ വലിയ തിരക്കുണ്ടോ? കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടിയുള്ള എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? വിശദാംശങ്ങൾ എന്താണ്? നിതിൻ, കേൾക്കാമോ? അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ എഴുത്തിനിരുത്തൽ ചടങ്ങ് അങ്ങനെ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഒരു സ്പെഷ്യലാണ്. അതെ, അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തം കൂടിയാണ് അല്ലേ? നിതിൻ, കേൾക്കാമെന്ന് തോന്നുന്നു. നിതിൻ, നമ്മളിങ്ങനെ തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും ഒക്കെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ എഴുത്തിനിരുത്ത് ചടങ്ങുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? നിതിനുള്ള ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ടോ? എന്താണ് കാണുന്ന കാഴ്ചകൾ? തീർച്ചയായും സൈഫു, ഗുഡ് മോർണിംഗ് സൈഫു അഞ്ചിൽസി. ഏതായാലും പറഞ്ഞ പോലെ തന്നെ സാംസ്കാരിക തലസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് കുട്ടികളെ എഴുത്തിനിരുത്താനും മറ്റും എത്തുന്നുണ്ട്. നമ്മളുള്ളത് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന മണ്ഡപത്തിൽ ഒരേ സമയം 25 കുട്ടികളെയാണ് എഴുത്തിനിരുത്തുന്നത്. അതിന് ഓരോ മിനിറ്റിലും ഇങ്ങനെ കുട്ടികൾ മാറി മാറി വരികയാണ്. 6 മണിക്ക് തുടങ്ങിയതാണ്. അത് 10 മണി വരെ ഈ എഴുത്തിനിരുത്തി ഇങ്ങനെ നീളും. അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് ഇവിടെ നിന്നും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് ഇവിടെ നിന്നും പോകുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുട്ടികളുടെ നീണ്ട നിര, പുറത്തേക്ക് വലിയ ക്യൂ ഇവിടെയുണ്ട്. വലിയ തോതിലുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്, കഴിഞ്ഞിറങ്ങിപ്പോയവരുണ്ട്. ഈ ക്ഷേത്രത്തിൽ തന്നെ വലിയ തോതിലുള്ള തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഈ എഴുത്തിനിരുത്താനായി ഇവിടെയുള്ള അധ്യാപകർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ നിരവധി ആളുകൾ ഈ കുട്ടികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്ന് നൽകാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുട്ടികളിലൊക്കെ വലിയ തോതിലുള്ള കരച്ചിലാണ്. ചില കുട്ടികൾ ഉറങ്ങുന്നുണ്ട്, ചില കുട്ടികൾ കരയുന്നുണ്ട്, ചില കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അവർക്കതിങ്ങനെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് ഈ അധ്യാപകർ അല്ലെങ്കിൽ എഴുത്തിനിരുത്തുന്ന ആശാന്മാർ അവരുടെ കൈ പിടിച്ച് അല്ലെങ്കിൽ നാവിൽ മോതിരം വെച്ച് എഴുതി കൊടുക്കുന്നു, കയ്യിൽ അരി കൈവച്ച് എഴുതി കൊടുക്കുന്നു. അവർക്കിപ്പോൾ അത് മനസ്സിലാകും. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് അല്ലെങ്കിൽ ഒരു മൊമെൻ്റാണ് കടന്നു പോകുന്നത്. അവർക്ക് പിന്നീട് എപ്പോഴേലും അവർക്ക് അത് മനസ്സിലാകും. ഏതായാലും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കുറേ കുട്ടികൾ കരയുന്നുണ്ട്. അവരുടെ വീട്ടുകാരുമൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം കാലങ്ങളായി വളരെ പ്രശസ്തമായ, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആളുകൾ, തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനമായ ആളുകൾ ഇങ്ങോട്ടേക്കാണ് ഈ ക്ഷേത്രത്തിലേക്കാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ് ഇവിടെ ഇത്തരത്തിൽ ഈ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മുതൽ 6 മണി വരെയും ഈ കുട്ടികൾക്ക് എഴുത്തിനിരുത്തൽ തുടരുമെന്നാണ് മനസ്സിലാവുന്നത്. തിരുവുള്ളക്കാവ് വാര്യത്തെ TV ശ്രീധരൻ വാര്യരുടെ നേതൃത്വത്തിൽ 60ഓളം ആചാര്യന്മാർ നേതൃത്വം നൽകും. ഒരേ സമയം 20 പേരാണ്. പിന്നീട് ആചാര്യന്മാർക്ക് ഇങ്ങനെ മാറിക്കൊണ്ടുമൊക്കെ ഇരിക്കും. അപ്പോൾ ഏതായാലും വലിയ തോതിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികളൊക്കെ തന്നെ വലിയ സന്തോഷവാന്മാരായി പോകുന്നു. അല്ലെങ്കിൽ അറിവിൻ്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം കുറിച്ച് അവരിങ്ങനെ എത്തുകയാണ്. ജിൽസി, സൈഫു. ശരി നിതിൻ, അങ്ങനെ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലും എഴുത്തിനിരുത്തൽ ചടങ്ങ് പുരോഗമിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ദക്ഷിണ മൂകാംബിക എറണാകുളം പറവൂർ ക്ഷേത്രത്തിലേക്ക് കൂടിയാണ്. ആര്യ വിവരങ്ങൾ നൽകും. ആര്യ, നമ്മൾ എല്ലായിടത്തു നിന്നും കണ്ട കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ചിലയിടത്തൊക്കെ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെയും വ്യത്യസ്തമായ കാഴ്ചകളല്ല എന്നറിയാം. മാത്രമല്ല എല്ലാ വർഷവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പറവൂർ മൂകാംബിക ക്ഷേത്രം. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രാവിലെ മുതൽ തന്നെ ഇവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ്. അതേ തിരക്ക് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ 5 മണി മുതൽ തന്നെ ഈ എഴുത്തിനിരുത്ത് ആരംഭിച്ചിരുന്നു. ആ സമയത്ത് തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, ദക്ഷിണ മൂകാംബിക ക്ഷേത്രമാണ്. മൂകാംബികയോട് അതേ സാമ്യമുള്ള അതേ ക്ഷേത്രത്തിൽ അത്രയും തിരക്കാണ്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ആദ്യ
അക്ഷരം പകരുന്ന ആ ഒരു നിമിഷം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ആ ഐശ്വര്യപൂർണ്ണമായ ദിനത്തിൽ പങ്കുചേരാൻ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഒരു ഉച്ച വരെ നീളും എന്ന് തന്നെയാണ് ഈ തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുസൃതിയോടുകൂടെ ഹരിശ്രീ എഴുതുന്നവരെയും അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് എഴുതുന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ആ മനോഹാരിതയിൽ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു മടിയും കൂടാതെ അരികിലെഴുതുന്നവരെയും കാണുന്നുണ്ട്. സ്വർണ്ണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ പകർന്നു കൊടുക്കുന്ന ഗുരുക്കന്മാർക്ക് ആ ഒരു അതേ രീതിയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കാണാം. എന്നാൽ അതേ കുസൃതിയോടും കൂടി കരഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളുണ്ടാക്കുന്ന കുഞ്ഞു മക്കളും കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ മാതാപിതാക്കന്മാരുടെ മടിയിലിരുന്ന് ഹരിശ്രീ ഗണപതായേ നമഃ അരിയിൽ കുറിക്കുന്നവരും അങ്ങനെ നല്ല നിരവധി കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കാഴ്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇവിടെ എത്തി ദർശനം തേടിയത്. അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പറവൂർ MLA ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ തുടരുകയാണ്. ജിൽസി.